the body collects information using the eyes, the nose, the ears, the mouth. ഈ ശരീരത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കണ്ണിലൂടെ, മൂക്കിലൂടെ, ചെവിയിലൂടെ, നാക്കിലൂടെ, and skin. ത്വക്കിലൂടെ. Okay, so these are the 5 ways it collects information. ഈ 5 മാർഗത്തിലൂടെയാണ് ശരീരം വിവരങ്ങളെ ശേഖരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ, അത് ആ സിസ്റ്റം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പോകും. I will help you and pray through with ungodly soul ties, belief systems, inner vows and traumas. We will quickly go through the sessions now, and before we finish, I'll help you to pray through some of those. നമ്മൾ ഇതുപോലെ ബിലീഫ് സിസ്റ്റം, അതുപോലെ തന്നെ മാനസിക ആഘാതങ്ങൾ, പിന്നെ ഇന്നർ വോസ്, അതായത് നമ്മൾ അകത്തെടുക്കുന്ന ചില പ്രതിജ്ഞകൾ അല്ലെങ്കിൽ അകത്തെ തീരുമാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം പഠിപ്പിക്കും. അതിനു മുമ്പ് നമ്മൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. Our teaching is much more than what I'm doing here today. I'm just keeping a lot of things on the way. സത്യത്തിൽ ഞങ്ങളുടെ ഈ പഠിപ്പ് എന്ന് പറയുന്നത് കുറെ കൂടെ ടൈം എടുത്ത് കുറെ കൂടെ വിശദാംശങ്ങൾ പറഞ്ഞുള്ളതാണ്. പക്ഷെ ഞാൻ വളരെ ചുരുക്കമായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. My challenge is that I'm a teacher. I know a lot of things, so I feel incomplete when I don't do a proper job. ഞാൻ ഒരു ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ നിലയിൽ വിശദമായിട്ട് ചെയ്യണമെന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസമുണ്ട്. So I do apologize that I'm not being able to take you deep, because otherwise you'll have to be here for one whole week. അങ്ങനെ നിങ്ങളെ ഇതിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമുക്ക് വേണം. Because half the time is lost in interpretation. കാരണം ഈ പരിഭാഷപ്പെടുത്തുന്നത് കൊണ്ട് എന്റെ സമയത്തിന്റെ പകുതി സമയമാണ് അതിനു വേണ്ടി പോകുന്നത്. So effectively we normally do it over 3 days. That is about 20 hours. സാധാരണ 3 ദിവസങ്ങൾ ആണ് ഇതെടുക്കുന്നത്. 20 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണം. But as you can see, we are trying to squeeze everything into shorter time than that. അതുകൊണ്ട് നമുക്ക് ലഭ്യമായ ഈ സമയത്തിനകത്ത് തന്നെ എല്ലാം ചുരുക്കുകയാണ്. So now we want to look at beliefs. നാം ഇപ്പോൾ നമ്മുടെ ധാരണകൾ, അഭിപ്രായങ്ങൾ, വിശ്വാസങ്ങൾ, അതാണ് ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നോക്കാൻ. We are not looking at faith, we are looking at belief. I'm not challenging anybody's faith, but we want to challenge our belief. ഞാൻ ഇനി മുതൽ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ ഈ ദൈവത്തോടുള്ള ആ വിശ്വാസം, ഭജന വിശ്വാസം അതല്ല, പകരം നമ്മുടെ മനസ്സിൽ നാം രൂപപ്പെടുത്തിയ നമ്മുടെ ധാരണകൾ, നാം തന്നെ ഉണ്ടാക്കിയെടുത്ത അഭിപ്രായങ്ങൾ, അതായിരിക്കും. Everything that we do is filtered through our belief. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ നാം വിശ്വസിക്കുന്ന, ധരിച്ചിരിക്കുന്ന കാര്യങ്ങളുമായി അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനമാണ്. So if, like for example, if I have glasses, everything that I see will be through the glasses. അപ്പോൾ ഞാൻ ഒരു കണ്ണാടി ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് ആ കണ്ണാടിയിലൂടെ ആയിരിക്കും. So if my glasses has got yellow color, everybody that I see will have മഞ്ഞപ്പിത്തം. ഇനി കണ്ണാടി മഞ്ഞ കണ്ണാടി ആണെങ്കിൽ ഞാൻ കാണുന്നവർക്കെല്ലാം മഞ്ഞപ്പിത്തമാണെന്ന് തോന്നും. Are you understanding? So this is how my belief is. Belief will show me things according to my belief. അപ്പോൾ എൻ്റെ ഈ വിശ്വാസം, ധാരണ, ഞാൻ ഇത്രയും വാക്കുകൾ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിലീഫ് വിശദീകരിച്ചോട്ടെ. ഈ ബിലീഫ് സിസ്റ്റം എന്നുള്ളത് മലയാളത്തിൻ്റെ വാക്ക് വിശ്വാസ വ്യവസ്ഥ എന്നാണ്. അപ്പം അത് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ വിശ്വാസ പ്രമാണമായിട്ട് വരും. അതുകൊണ്ട് ഇനി ഞാൻ പറയുമ്പോൾ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ധാരണകൾ, നാം തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് രൂപപ്പെടുത്തിയ അഭിപ്രായങ്ങൾ, ഇതൊക്കെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇനി ഞാൻ പറയുമ്പോൾ വിശ്വാസമായിട്ട് ബന്ധപ്പെടുത്തരുത്. So our belief systems decides how we will behave, what is going to be our attitude, the way we make decisions, and our behavior is also decided by our belief system.
നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു കാര്യത്തോടുള്ള നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ എല്ലാം അത് 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 അടിസ്ഥാനമാക്കിയിരിക്കുന്നത് നാം തന്നെ രൂപപ്പെടുത്തിയ ആ വിശ്വാസ വ്യവസ്ഥിതിയെ അടിസ്ഥാനമാക്കിയാണ്. So there are two kinds of belief. അപ്പം രണ്ട് തരത്തിലെ വിശ്വാസങ്ങളുണ്ട്, അഭിപ്രായങ്ങൾ. One is a belief that agrees with the word of God. ഒന്ന് ദൈവവചനത്തോട് അനുബന്ധപ്പെട്ട, ദൈവവചനത്തോട് അടുത്ത് നിൽക്കുന്ന വിശ്വാസങ്ങൾ. That matches up with his nature, his character and so forth. അതായത് ദൈവവചനത്തിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രകൃതം, വ്യവസ്ഥ അതുമായിട്ട് ചേർന്ന് പോകുന്നതായിരിക്കും, അതിനോട് എതിരെ നിൽക്കുന്നതല്ല ആയിരിക്കത്തില്ല. So there will be a godly belief is ones that agree with his word, his nature, his character. Ungodly belief are those who don't agree with his word, his nature and his character. ഒന്ന് ദൈവികമായ വിശ്വാസ വ്യവസ്ഥ. അതെന്ന് പറഞ്ഞാൽ ദൈവം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രകൃതം ഇതുമായിട്ട് ചേർന്ന് പോകുന്നത്, ഒത്തുപോകുന്നതായിരിക്കും. അതിനെ നമ്മൾ ദൈവികമായ വിശ്വാസ വ്യവസ്ഥ എന്ന് പറയും. എന്നാൽ ദൈവികമല്ലാത്തതോ, ദൈവമായിട്ടോ, ദൈവത്തിൻ്റെ വചനമായിട്ടോ, ദൈവത്തിൻ്റെ സ്വഭാവമായിട്ടോ, ദൈവത്തിൻ്റെ പ്രകൃതമായിട്ടോ യാതൊരു ബന്ധവും കാണത്തില്ല, ഘടകവിരുദ്ധമായിരിക്കും അത്. If we take only the word and don't consider his character and his nature, we will have a skewed viewpoint about God. ഇനിയിപ്പം ദൈവത്തിൻ്റെ പ്രകൃതം, സ്വഭാവം ഇതൊന്നും മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ വചനം മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് വളരെ ശുഷ്കമായിരിക്കും, ചെറുതായിരിക്കും. So for example, in the book of Job, we have this statement that Job makes, God gave, God took. ഉദാഹരണത്തിന് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു പരാമർശമില്ലേ, ദൈവം തന്നു, ദൈവം എടുത്തു. And many of us quote that. നമ്മൾ പലരും അത് ഉപയോഗിക്കാറുണ്ട്. And we know this famous song, സന്തോഷത്തോടെ അത് വാങ്ങി നമുക്കൊരു പാടിടാം. He based it on that particular scripture. നമ്മളെല്ലാവരും പാടുന്നൊരു പ്രശസ്തമായ പാട്ടുണ്ട്, സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഈ പാട്ട് അദ്ദേഹം എഴുതുന്നത് ആ വചനത്തെ ആസ്പദമാക്കിയാണ്. But if you really look at that story, God had nothing to do with it. It was Satan who took everything. God gave him, but Satan took it away. എന്നാൽ ഒന്ന് സൂക്ഷ്മമായിട്ട് അതൊന്ന് പരിശോധിച്ചേ, ദൈവമാണോ എടുത്തത്? ദൈവമാ കൊടുത്തത്, പക്ഷെ എടുത്തത് ആരാണ്? സാത്താനാണ്. How many of you have read the story of Job and found that Satan is the one who brought fire, who stole, who did all those things? ഇയ്യോബിന്റെ പുസ്തകം വായിച്ചിട്ട് ആ കഥ വായിച്ചിട്ടുള്ളവർ ഇവിടെയുണ്ടോ? ആ കൊടുങ്കാറ്റ് കൊണ്ടുവന്നതും അതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയതും ഒക്കെ ആരാണ്? അതിന്റെ പിന്നിൽ സാത്താൻ തന്നെയാണ്, not God. ദൈവമല്ല. But because Job said it, we believe that what he said is true. ഇയ്യോബ് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതും കയറി വിശ്വസിച്ചിരിക്കുകയാണ് ദൈവമായി ഇതൊക്കെ എടുത്തത്. So when you look at a scripture, see whether it matches the nature and character of God. അപ്പോൾ ഒരു വചനം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ വചനം ദൈവത്തിന്റെ സ്വഭാവത്തോട്, പ്രകൃതത്തോട് യോജിച്ചിരിക്കുന്നോ എന്ന് നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കണം. You know, there is this story of a man called Jephthah in the Bible, in the book of Judges. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ യിഫ്താഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. And so he was born to this man through a prostitute. ഈ യിഫ്താഹ് എന്ന വ്യക്തി ജനിച്ചത് ഒരു വേശ്യയുമായുള്ള ബന്ധത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വേശ്യപുത്രനായിരുന്നു. And the father brought him up. പിതാവാണ് അയാളെ വളർത്തിക്കൊണ്ട് വന്നത്. But his father also had other children through the normal marriage as well. എന്നാൽ ഈ പിതാവിന് തൻ്റെ യഥാർത്ഥ ഭാര്യയുമായിട്ടുണ്ടായ മറ്റു പല കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. And so when these children grew older, they drove Jephthah away. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം വളർന്നപ്പോൾ അവരെല്ലാവരും ഈ യിഫ്താഹിനെ അങ്ങ് മാറ്റി നിർത്തി. And so Jephthah had to leave from there. അതുകൊണ്ട് യിഫ്താഹിന് അവിടെ നിന്നും നാട് വിട്ടു പോകേണ്ടി വന്നു. But when some enemy attacked them, they realized that they did not have the strength to overcome them, so they had to invite Jephthah back. അപ്പോൾ അവരെ ശത്രുരാജ്യം ആക്രമിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവർക്ക് ഇതിനോട് എതിർത്ത് നിൽക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ഇവർ യിഫ്താഹിനെ തിരിച്ചു വിളിച്ചു.
And so when he came, they made him the leader. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അവർ ഇവനെ അവരുടെ നേതാവാക്കി മാറ്റി. Jephthah went out to war. യിഫ്താഹ് യുദ്ധത്തിന് പോയി. And before going to war, he made a commitment that, Lord, if you give me victory, I will, when I come back, whatever I meet first, I will sacrifice to you. അങ്ങനെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ യിഫ്താഹ് ഒരു പ്രഖ്യാപനം നടത്തി, ദൈവത്തോടൊരു ശപഥം ചെയ്തു. ദൈവമേ, നീ എനിക്ക് ജയം തന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൺമുമ്പിൽ ആദ്യം എന്താണോ വരുന്നത് അതിനെ ഞാൻ നിനക്ക് യാഗമാക്കും. Are you understanding? This is what his promise was. ഇതായിരുന്നു അയാൾ ചെയ്ത ശപഥം. God gave Jephthah a big victory. ദൈവം യിഫ്താഹിന് ഒരു വലിയ വിജയം കൊടുത്തു. When he came back, അവൻ തിരിച്ചു വന്നപ്പോൾ the first one to come and meet him was his daughter. തന്നെ ആദ്യം എതിരേറ്റ് കടന്നു വന്നത് ആരെന്നറിയാമോ? അയാളുടെ സ്വന്തം മകൾ. Now, as per his commitment, now he has to sacrifice his own daughter to God. അപ്പോൾ അയാൾ ചെയ്ത ശപഥം അനുസരിച്ച് അയാൾ എന്ത് ചെയ്യണം? തന്റെ സ്വന്തം മകളെ യാഗം കഴിക്കണം. Now, this is what the word of God says. വചനം ഇങ്ങനെയാണ് പറയുന്നത്, that when you promise something to God, you have to do it. നീ ദൈവത്തോട് എന്തെങ്കിലും നേർന്നാൽ അത് നീ നിവർത്തിക്കണം. So that is the rule. അതാണ് വചനത്തിന്റെ പ്രമാണം. So Jephthah, what did he do? He went and sacrificed his daughter. അപ്പോൾ യിഫ്താഹ് എന്താ ചെയ്തത്? തന്റെ മകളെ യാഗം കഴിച്ചു. But if Jephthah knew the nature and character of our God, he would know that God does not accept human sacrifice. എന്നാൽ യിഫ്താഹിന് ദൈവത്തിന്റെ സ്വഭാവം, പ്രകൃതം ഇവയൊക്കെ അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും യിഫ്താഹ് മനസ്സിലാക്കിയേനെ ഈ മനുഷ്യക്കുരുതി അല്ലെങ്കിൽ മനുഷ്യനെ യാഗമാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. And that is a bigger law than the first law that I mentioned. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ നിയമ പ്രമാണത്തെക്കാളും വലിയ പ്രമാണം അതാണ്. Are you understanding? When we make a commitment to God, if there is a bigger law that operates there, our commitment takes back seat. The bigger law or the bigger principle becomes active. നമ്മളെ ദൈവവുമായിട്ട് ഒരു ഇത്തരത്തിൽ ഒരു ബന്ധത്തിൽ ഒരു ശബ്ദം അല്ലെങ്കിൽ ശബ്ദം ചെയ്യുക, വാഗ്ദാനം ചെയ്യുക, ശബ്ദം എടുക്കുക എന്ന് പറയുന്നതിൽ വരുമ്പോൾ ദൈവത്തിന് ഇതുപോലെ വലിയ പ്രമാണം അതിനകത്തുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ പ്രമാണമില്ലേ, അത് പിന്നെ അവിടെ പ്രവർത്തിക്കത്തില്ല. അത് നമുക്ക് മാറ്റി നിർത്താം. Are you understanding? So not understanding nature and character of God can be very dangerous. And our belief, if it is not based on the nature and character of God and the word of God, it will be ungodly. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകൃതം, സ്വഭാവം, ദൈവം എങ്ങനെയുള്ളവനാണ്, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിനും പ്രകൃതത്തിനും യോജിക്കാത്ത എതിർ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായ വിശ്വാസ രീതികളാണ്. Many of our beliefs are based on our personal experience. പലപ്പോഴും നമ്മുടെ പല വിശ്വാസങ്ങളും ഉടലെടുക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നാണ്. And they are very true for our experience. നമ്മളെ സംബന്ധിച്ച് നമ്മൾ നേരിട്ട അനുഭവം വളരെ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. So my parents got married on the 1st of January 1967. 1969 ജനുവരി മാസം 67 ജനുവരി മാസം 1-ാം തീയതിയാണ് എൻ്റെ മാതാപിതാക്കൾ വിവാഹം കഴിച്ചത്. 3 months later they conceived me. 3 മാസത്തിന് ശേഷം എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. So I was born on the 10th of December. ഞാൻ ഡിസംബർ മാസം 10-ാം തീയതിയാണ് ജനിച്ചത്. You have to understand that my parents at that time, my father lived in Ahmedabad. My mother she had just finished her SSLC and she did not have any other qualification. My dad took her to Ahmedabad. നിങ്ങൾക്ക് കാര്യം അറിയാമോ? ആ സമയത്ത് എൻ്റെ മാതാവ് SSLC അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ പിതാവ് അഹമ്മദാബാദിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വിവാഹത്തിന് ശേഷം എൻ്റെ അമ്മയെ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോയി. Only dad had a job. അപ്പന് മാത്രമേ ജോലിയുള്ളൂ. Mummy did not have a job. അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു. So the salary that dad got was not going to be enough to take care of three people. അപ്പോൾ എൻ്റെ ലഭിച്ചിരുന്ന ശമ്പളം എന്നുള്ളത് ഞങ്ങളെ 3 പേർക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ അതിജീവനത്തിന് അത് തികയത്തില്ലായിരുന്നു. So what they decided is that it is best for me to grow up with my grandparents. അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചു എങ്കിൽ എന്നെ എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിയോടും കൂടെ ഇവൻ വളരട്ടെ എന്ന് പറഞ്ഞ് അവർ തീരുമാനമെടുത്തു. It sounds very logic. അത് നോക്കുമ്പോൾ അതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. And so they are bringing this 1-year-old child, they are bringing to Kerala.
അവരങ്ങനെ ഈ 1 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ and they are thinking he's little, he does not understand anything. അവർ വിചാരിച്ചു കുഞ്ഞല്ലേ അവനൊന്നും അറിയത്തില്ലല്ലോ എന്ന് അവർ വിചാരിച്ചു. Then they brought me back home. അവര് പിന്നീട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. By the time they brought me back home, I refused to call my mother mummy, I called her auntie. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എൻ്റെ സ്വന്തം അമ്മയെ ഞാൻ അമ്മ എന്നല്ല വിളിക്കുന്നത്, ഞാൻ ആന്റി എന്നാ വിളിച്ചിരുന്നത്. My auntie who brought me up, I called her mummy. എൻ്റെ ആന്റിയാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് ആന്റിയെ ഞാൻ ആ മമ്മി എന്ന് വിളിച്ചു. And so that became a big issue. അത് വളരെ പ്രശ്നം ഉണ്ടാക്കി. Are you understanding? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? I could not sit in the same room with my parents. എൻ്റെ മാതാപിതാക്കളോട് കൂടെ എനിക്ക് ആ മുറിയിൽ ഇരിക്കാൻ കഴിയില്ല. Every time I saw them, there would be anger inside me. അവരെ കാണുമ്പോഴെല്ലാം എൻ്റെ അകത്ത് ദേഷ്യമുണ്ടാകും. I just did not understand why I was so angry with them. എനിക്ക് അവരോട് ഇത്രമാത്രം ദേഷ്യം തോന്നാൻ എന്താ കാരണം, എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. So, years later, when God started taking me through the process of inner healing, വർഷങ്ങൾക്ക് ശേഷം ദൈവം എന്നെ ആന്തരിക സൗഖ്യത്തിലൂടെ നടത്തി. I saw a vision. ഞാനൊരു ദർശനം കണ്ടു. I saw a little boy who is about, toddler, about 2 years old or less than 2 years old. ഞാൻ ഒരു കുഞ്ഞിനെ കണ്ടു, 2 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞായിരുന്നു അത്. I saw in this vision there were parents my parents were there and there was this little child. ഞാൻ എൻ്റെ ദർശനത്തിൽ കണ്ടതാണ്, എൻ്റെ മാതാപിതാക്കളെ കാണാം, ഈ കുഞ്ഞിനെയും കാണാം. So they are telling the baby that we will go buy a ball and come back. അവര് ഈ കുഞ്ഞിനോട് പറയുന്നു, ഞങ്ങൾ ഒരു ബോൾ മേടിച്ചിട്ട് തിരിച്ചു വരാം. And then the baby is excited because he understands ball. The parents go. ആ കുഞ്ഞിന് വളരെ ഉത്സാഹമായി സന്തോഷമായി ആ കുഞ്ഞിന് ബോൾ എന്താണെന്ന് മനസ്സിലായി, അതുകൊണ്ട് അപ്പനും അമ്മയും പോകാൻ അനുവദിച്ചു. So they went, they traveled by train to Ahmedabad. അവര് പോയി, അവര് ട്രെയിൻ കയറി അഹമ്മദാബാദിലേക്ക് എത്തി. But this little child, എന്നാൽ ഈ കൊച്ചു കുഞ്ഞ്, he would run to the grandparents. അവൻ തന്റെ അപ്പച്ചനോട്, വല്യപ്പൻ വല്യമ്മച്ചിയോട് അടുക്കലേക്ക് ചെല്ലും. Then that little child would run back to the door. എന്നിട്ട് ആ Keep കുഞ്ഞ് there to see if the parents are coming back. എന്നിട്ട് ഓടി വന്ന് വാതുക്കെ നോക്കി നിൽക്കും, എന്റെ മാതാപിതാക്കൾ വരുന്നുണ്ടോ എന്നറിയാൻ. Then he will run back to the grandparents because he is afraid that the grandparents will go away. വീണ്ടും താൻ ഓടി അപ്പച്ചന്റെ അമ്മച്ചി അടുക്കലെത്തും, എന്നിട്ട് വീണ്ടും വന്ന് നിൽക്കും. Then he will come back again. എന്നിട്ട് വീണ്ടും വരും. I saw this child do this for 2-3 days. ഇത് 3-4 ദിവസം ഈ കുഞ്ഞ് ചെയ്യുന്നത് ഞാൻ കണ്ടു. And then he came to his belief was established. അത് കഴിഞ്ഞിട്ട് അവന്റെ ആ വിശ്വാസ രീതികൾ അല്ലെങ്കിൽ അവിശ്വാസ വ്യവസ്ഥ രൂപപ്പെടാൻ തുടങ്ങി. His conclusion was this. അവൻ ഇതായിരുന്നു അവൻ അല്ലെങ്കിൽ മനസ്സിലാക്കിയത്. You have to understand this child is just 2 years old. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുഞ്ഞിന് വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ളൂ. We think that children don't understand anything. നിങ്ങൾ വിചാരിക്കും ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല എന്ന്. But as a child I made some conclusions. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ ചില കാര്യങ്ങളെ ഞാൻ തീരുമാനിച്ചു. I am all by myself. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. Nobody loves me. എന്നെ ആരും സ്നേഹിക്കുന്നില്ല. There must be something wrong with me. എനിക്കെന്തോ പ്രശ്നമുണ്ട്. That is why parents left and went away. അതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോയത്. I don't think even God loves me. ഇനി ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. Because if he loved me he would have given my parents a good job. ദൈവത്തിന് എന്നോട് എത്ര ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല ജോലി കൊടുക്കുമായിരുന്നില്ലേ? So you can see that based on my personal experience these looked very right. അപ്പോൾ എൻ്റെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. Because that is the conclusion this child is coming to based on his understanding. അപ്പോൾ ഈ കുഞ്ഞ് ഇതെല്ലാം മനസ്സിലാക്കി അനുഭവങ്ങളിലൂടെയെല്ലാം അവൻ തീരുമാനിച്ചെടുത്ത അവൻ മനസ്സിലാക്കിയത് ഇത് ശരിയായിരുന്നു. So it is not necessary that the belief that is established through our experience is godly belief. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ നാം രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ വിശ്വാസ വ്യവസ്ഥകളെല്ലാം ദൈവികമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. So at what stage can our belief be established?
ഇനി നമ്മുടെ ഈ വിശ്വാസ വ്യവസ്ഥ ഏത് പ്രായത്തിൽ അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലായിരിക്കും രൂപപ്പെടുന്നത്? It can be established in the womb. അത് നമ്മൾ ഗർഭാവസ്ഥയിൽ രൂപപ്പെടാം. It can be as a teenager. അത് ഒരു കൗമാരപ്രായത്തിൽ രൂപപ്പെടാം. It could be as a toddler. അല്ലെങ്കിൽ കുഞ്ഞ് എഴുന്നടക്കുന്ന പ്രായത്തിൽ ആ സമയത്ത് രൂപപ്പെടാം. It can also be as an adult. അല്ലെങ്കിൽ നല്ല മുതിർന്നതിന് ശേഷവും രൂപപ്പെടാം. Our beliefs are established based on both traumatic and non-traumatic experiences. നമ്മുടെ ഈ വിശ്വാസ വ്യവസ്ഥകൾ നമുക്കുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ ഏൽപ്പിക്കുന്ന സംഭവങ്ങളിലൂടെയും ഉണ്ടാകാം, മാനസിക ആഘാതം ഏൽപ്പിക്കാത്ത സംഭവങ്ങളിലൂടെയും ഉണ്ടാകാം. Sometimes our belief can be established also by somebody else's experience. ഇനി മറ്റൊരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ നമുക്ക് ഒരു വിശ്വാസ വ്യവസ്ഥ ഉണ്ടാകാം. You know, on your WhatsApp you receive lots of messages. നമ്മുടെ ഈ വാട്സാപ്പിനകത്ത് നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ലഭിക്കാറില്ലേ? So many of you receive messages of how somebody else cheated somebody, and you become very cautious because of that. നിങ്ങൾക്ക് ലഭിക്കുന്ന ചില മെസ്സേജുകളിനകത്ത് ഇതായിരിക്കും, മറ്റൊരാളിനെ ചതിച്ചതിനെ കുറിച്ചായിരിക്കും. അപ്പോൾ അത് കാണിച്ചിട്ട് പറയും നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. It could be scammers calling and asking for your OTP number and things like that. So we become very cautious. We have not personally experienced that, but we are basing our belief based on somebody else's experience. അതൊരു പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ ഫോൺ സ്കാം, ഒരു വിളിച്ചിട്ട് OTP ചോദിക്കുന്നു, അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നു, ഇങ്ങനെ ചതിക്കപ്പെടുന്ന ആ വീഡിയോകളായിരിക്കാം. ഇതിലൂടെ നമ്മൾക്ക് ഒരു വിശ്വാസം നമുക്കുണ്ടാകുകയാണ്, ഉടലെടുക്കുകയാണ്, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നാമും ചതിക്കപ്പെടും. Like if I use an unknown person's phone and I ring my mummy will not answer the phone. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വേറൊരാളുടെ ഫോണിൽ നിന്ന് എൻ്റെ അമ്മയെ വിളിച്ചാൽ എൻ്റെ അമ്മ വിചാരിക്കും, പരിചയമില്ലാത്തൊരു നമ്പർ വരുന്നു, എടുക്കാൻ പാടില്ല. Because her fear is that it's a scam. കാരണം അമ്മ ഭയപ്പെടുന്നത് എന്താണ്? ഇത് ആ വീഡിയോ കണ്ടതുപോലെ എന്തോ ഒരു കോളാണ്. Are you understanding what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Another can be because of the image what is being promoted by media. അടുത്തത് നമ്മുടെ മാധ്യമങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ചിത്രങ്ങളിലൂടെ രൂപപ്പെട്ടതായിരിക്കാം. So it's like I shared about Fair and Lovely cream yesterday. ഞാൻ ഇന്നലെ ഫെയർ ആൻഡ് ലവ്ലി ക്രീമിന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? Dove soap, you take shower with Dove soap, your charmam becomes like milk. ഡവ് സോപ്പ് ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാലിന്റെ നിറം പോലെ ആയിത്തീരും. Or in other words, you are inferior if the color of your skin is a bit dark. അല്ലെങ്കിൽ അവർ നമ്മളോട് പറയാതെ പറയുന്നത് എന്താണ്? നിനക്ക് നിറം പോരാ, നീ കറുമ്പനാണ് എന്നാണ് പറയുന്നത്. Are you understanding? There can also be beliefs that are there in a community. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സമൂഹം മുഴുവനും ഒരുമിച്ച് വിശ്വസിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. One of them is that men don't cry. അതിലൊന്നാണ് ആണുങ്ങൾ കരയത്തില്ല. Another one in the past was men should go and work and women should not work. അല്ലെങ്കിൽ മുൻകാലത്ത് പറഞ്ഞ പോലെ ആണുങ്ങൾ ജോലി ചെയ്യണം, പെണ്ണുങ്ങൾ വീട്ടിൽ ഇരിക്കണം. There are so many other beliefs like that. ഇതുപോലെ ഒരുപാട് വിശ്വാസ വ്യവസ്ഥകളുണ്ട്. It can also be formed by words used by others. ഇനി മറ്റുള്ളവർ ഉപയോഗിച്ച പറഞ്ഞ വാക്കുകളിലൂടെ വിശ്വാസ വ്യവസ്ഥകൾ നമ്മളിലുണ്ടാകാം. So because of my accounting background, people come to me for budgetary advice. എനിക്ക് ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, അതുകൊണ്ട് ഈ ബഡ്ജറ്റ് ഉണ്ടാക്കാനുള്ള സഹായത്തിന് വേണ്ടി ആൾക്കാർ വരാറുണ്ട്. So this lady came to me asking for budgetary advice. അപ്പോൾ ഒരിക്കലും ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ വന്നിട്ട് ഈ ബഡ്ജറ്റിന്റെ അതിൻ്റെ അഡ്വൈസിന് വേണ്ടി വന്നു. And I said, I can give you budget advice. Can you bring your bank statement? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബഡ്ജറ്റ് അഡ്വൈസ് നിനക്ക് തരാം, പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നീ ഒന്ന് കൊണ്ടുവരാമോ? So she was in her 70s. അവള് or maybe 65, around 65. 65 വയസ്സൊക്കെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. In New Zealand, when you are 65, everybody gets a pension, whether you worked or not worked. ന്യൂസിലൻഡിൽ ജോലി ചെയ്താലും ജോലി ചെയ്യാത്ത ആളാണെങ്കിലും 65 വയസ്സായാൽ പെൻഷൻ കിട്ടും. So she was earning that pension.
ആ സ്ത്രീക്ക് ആ പെൻഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു. On top of that, she was still working. അത് മാത്രമല്ല ആ സമയത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. There people work till very late age. അവിടെ വളരെ മുതിർന്ന പ്രായം എത്തിയാലും ആളുകൾ ജോലി ചെയ്യും. So she worked and still she did not have enough. ജോലിയും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് കിട്ടുന്നതൊന്നും പോരാ. So when I looked through her bank statements, ഞാൻ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിച്ചപ്പോൾ I saw that she was regularly going and buying new clothes. ഞാൻ നോക്കിയപ്പോൾ അവൾ സ്ഥിരമായി പുതിയ വസ്ത്രങ്ങൾ മേടിക്കാറുണ്ട്. She would go to the saloon and get haircut every 25 days, 15 days between that. ഓരോ 15-25 ദിവസങ്ങളുടെ ഇടവേളകളിൽ അവൾ സലൂണിൽ പോയി അവളുടെ മുടി വെട്ടുമായിരുന്നു. And these are not cheap saloons, they are very very expensive saloons. അതൊരു സാധാരണ സലൂണുകളായിരുന്നില്ല, വളരെ പണം ചെലവാക്കേണ്ടുന്ന സലൂണുകളായിരുന്നു. This lady does not have a husband, she doesn't have a boyfriend, she is a spinster, she has no children. ഇവർക്ക് ഭർത്താവില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഇതനുസരിച്ച് ബോയ് ഫ്രണ്ട് ഇല്ല, മാത്രമല്ല കുഞ്ഞുങ്ങളുമില്ല. So my thought was like, why does she have to spend so much money to look more prettier? അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇവിടെ ഇത്രയും വസ്ത്രമൊക്കെ പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ സുന്ദരിയായി നടക്കേണ്ട കാര്യം ഇവർക്ക് എന്നാ? So I sat down and I started looking through this, being an accountant I can find out all these things. ഞാൻ അക്കൗണ്ടന്റ് ആയതുകൊണ്ട് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം പരിശോധിക്കുകയും ഇതൊക്കെ ചിന്തിക്കുകയും ചെയ്തു. So then I sat her down, what we normally do is when we are sitting doing some serious counseling, we'll take out somebody for a coffee or a meal, or then we start talking, asking them basic questions. Tell me about your family. ഞാൻ ഇങ്ങനെ ചില കൗൺസിലിംഗ് വളരെ ആഴമായി ചെയ്യേണ്ടതായതുകൊണ്ട് ചിലപ്പോൾ അവരെ ഒരു കോഫിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാനോ ഒക്കെ പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾ സംസാരിച്ചു തുടങ്ങും. Or invite them home, so when family is there. ഫാമിലി നമ്മുടെ വീട്ടിലേക്ക് അവരെ ക്ഷണിക്കും. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും we try to create an atmosphere which is very relaxed. അവിടെ അവർക്ക് വളരെ സ്വസ്ഥമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുത്ത് അവരിൽ നിന്ന് ഞങ്ങൾ അവരുടെ കുടുംബത്തെ കുറിച്ച് പറയാനായിട്ട് പറഞ്ഞു. And as we started talking, I realized her story is like this. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ കഥ എന്താണെന്ന് മനസ്സിലായി. Her parents were very famous figure skaters in New Zealand, very famous, they skate on the ice. അവളുടെ മാതാപിതാക്കള് ഈ സ്കേറ്റിങ്ങിലെ ഐസിലൊക്കെ തെന്നി നടക്കും, ആ കാര്യത്തിൽ വളരെ പ്രശസ്തരായിരുന്നു ആ രാജ്യത്ത്. They had married, അവരും വിവാഹിതരായി, and they were planning to go to the world championship. അവര് അതുമായി ബന്ധപ്പെട്ട വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാനായിട്ട് അവർ ശ്രമിക്കുകയായിരുന്നു. They had no plan for a family. അവർക്ക് സത്യത്തിൽ ഒരു കുടുംബം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് പ്ലാൻ ഇല്ലായിരുന്നു. But mother conceived her. എന്നാൽ ഈ സ്ത്രീ ഗർഭവതിയായി. So she was very angry that she was pregnant. അപ്പം ഈ സമയത്ത് ഗർഭവതി ആയതിന്റെ പേരിൽ ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. So when the baby, so she missed that opportunity to go for the championship. So when the baby was born, she hated the baby. അതുകൊണ്ട് ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം നഷ്ടമായി. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിനോട് അകാരണമായ ദേഷ്യം ഉണ്ടായി. So from the very beginning, that lady told me, from a young age she remembers her mother calling her ugly duckling. അവള് പറയാണ്, ഈ ഒരു ചെറിയ പ്രായം മുതൽ തന്നെ അവളുടെ അമ്മ അവളെ വിളിച്ചോണ്ടിരിക്കുന്ന മൂദേവി എന്നാണ്. Or in other words, like അല്ലെങ്കിൽ പൊട്ടക്കഴുതെന്നോ, അല്ലെങ്കിൽ നമ്മളിവിടെ like if we were to say kaka, or it's like a crow, കാക്കയെന്നോ അങ്ങനെയൊക്കെ ഒരു പേരാണ് വിളിച്ചത്. derogatory name for her. അത് വളരെ മോശമായ ഒരു പദമായിരുന്നു. And so the baby decides that I'll have to show mommy that I am beautiful. അപ്പോ ഈ പെൺകുട്ടി ചിന്തിച്ചു, ഞാൻ സുന്ദരിയാണെന്ന് എൻ്റെ അമ്മയെ തെളിയിക്കണം. So she, when she got pocket money, she would collect it, go and buy new clothes. അതുകൊണ്ട് തന്നെ അവൾക്ക് പോക്കറ്റ് മണി കിട്ടുമ്പോൾ അതെല്ലാം ശേഖരിച്ചു വെച്ച് പുതിയ വസ്ത്രങ്ങൾ മേടിക്കും. When she got birthday gift, she would collect it so that she could get a good haircut. ബർത്ത്ഡേ ഗിഫ്റ്റുകൾ കിട്ടുമ്പോൾ അതൊക്കെയും ശേഖരിച്ചു വെച്ചിട്ട് അവൾ നല്ലതുപോലെ മുടി വെട്ടി സുന്ദരിയാകാൻ ശ്രമിക്കും. Are you understanding? So
I asked her, so how old is your mother now? Because this lady is 65. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവർക്ക് തന്നെ 65 വയസ്സുണ്ട്, അപ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്ത് പ്രായമുണ്ടെന്ന് ചോദിച്ചു. Oh, she said, oh, my mother died 20 years ago. അവൾ പറഞ്ഞു, എൻ്റെ അമ്മ മരിച്ചിട്ട് 20 വർഷങ്ങളായി. So for the last 20 years, she's trying to make somebody who is dead 20 years ago, she's trying to make that mother happy by cutting and spending more money to make herself look beautiful. ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇവൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് മുടിയൊക്കെ വെട്ടി സുന്ദരിയാകാൻ, അങ്ങനെ തെളിയിക്കാൻ, സുന്ദരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. You know, what I find is that here people, you know, when you see them, like if I see him, Ebenezer, for the first time. ഇവിടത്തെ കാര്യം നോക്കിയാൽ ഇപ്പൊ എബനേസറെ ഞാൻ ആദ്യമായിട്ട് കാണാതിരിക്കട്ടെ, ഒത്തിരി നാൾ കഴിഞ്ഞ് കാണുക. ഒത്തിരി നാൾ കഴിഞ്ഞ് കാണാതിരിക്കട്ടെ. So I am seeing him for the first time. Instead of asking him, Ebenezer, how are you? ഞാൻ കുറെ നാൾ കഴിഞ്ഞിട്ട് ആളെ കാണുന്നേ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നതിന് പകരം, oh, Ebenezer, you are very fat now. എടോ നീ അങ്ങ് വണ്ണം വെച്ച് പോയില്ലോടാ. Am I right? സത്യമാണോ? It is none of our business to shame him, body shame him like that. ആ വ്യക്തി വണ്ണം കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ പറഞ്ഞ് ശരീരത്തിന്റെ കാര്യം പറഞ്ഞ് അവരെ അങ്ങനെ അവഹേളിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക്. Are you understanding? We have to be very, very careful how we use our words, because when we have finished our statement, we don't even ask him how he is, how his wife is, how his children are, how is his ministry. No, nothing. Oh, ഭയങ്കരം തടിയാണല്ലോ. നമ്മളെ പുള്ളിയെ കുറിച്ച് ചോദിച്ചില്ല, ഭാര്യയെ കുറിച്ചോ മക്കളെ കുറിച്ചോ ശുശ്രൂഷയെ കുറിച്ചോ ഏതൊന്നും ചോദിച്ചില്ല, കണ്ടപാടെ ചോദിച്ചത് അങ്ങ് ഭയങ്കര തടി വെച്ച് പോയല്ലോ. Or you know, like you've gone very dark now, are you working too hard? എന്നല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, എന്താടാ കറുത്തു പോയേ, നീ എന്നാ വെയിലത്താണോ കിടന്ന് കറങ്ങുന്നേ? Because we don't realize what kind of damage it is doing on the inside. നമ്മളത് പറഞ്ഞിട്ട് നമ്മുടെ പോക്കിന് പോകും, പക്ഷേ നമ്മൾ പറഞ്ഞ ഈ വാക്ക് അവർക്ക് എന്തുമാത്രം ക്ഷതം വരുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. We have to start recognizing this, and we have to stop asking and making such comments. നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള കമന്റുകൾ അടിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. Hallelujah. Hallelujah. You're all going very, very quiet on me now. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ നിശബ്ദരായിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. There are times when we make statements which are disguised as facts. നമ്മൾ ചിലപ്പോൾ ചില സംഗതികൾ, ചില പ്രസ്താവനകൾ സത്യമാണെന്ന് അങ്ങ് ധരിക്കുന്ന സമയങ്ങളുണ്ട്. No, we make statements as if they were truth. ഓക്കെ, നമ്മൾ ചില സമയങ്ങളിൽ ചില പ്രസ്താവനകൾ അത് സത്യമാണെന്ന് രീതിയിൽ അതിനെ അവതരിപ്പിക്കാറുണ്ട്. So we have to understand that there are, you know, when suppose we go to a school, whatever the teacher says, the child will believe. നമ്മളൊരു സ്കൂളിൽ പോകുകയാണെങ്കിൽ ടീച്ചർ എന്തൊക്കെ പറയുന്നോ അത് മുഴുവനും അവിടുത്തെ വിദ്യാർത്ഥികൾ കുഞ്ഞ് വിശ്വസിക്കും. You tell them something different, they will say, no, my teacher said this. നമ്മൾ എന്തെങ്കിലും അതിൽ നിന്ന് വിഭിന്നമായിട്ട് വല്ല വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ പറയും, ഒന്നൊന്നുമല്ല, എൻ്റെ ടീച്ചർ ഇതാ ഇങ്ങനെയാ പറഞ്ഞെന്ന് പറയും. In the same way, we go to a church, our pastor says something, we just believe it as it is. അതുപോലെ തന്നെയാണ് ചില സഭകളിൽ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ വിശ്വസിക്കും. We don't go and verify that with the scriptures, try to understand it. നമ്മൾ അത് ചെന്ന് വചനവുമായിട്ട് അതിനെ ഒത്തുനോക്കുകയോ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറേയില്ല. So when statements are made about somebody by people of authority, they will believe it about themselves. അപ്പോൾ ചില പ്രസ്താവനകൾ, പ്രത്യേകിച്ച് അധികാരസ്ഥിതിയിൽ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും ഒരു പ്രസ്താവിച്ചാൽ പറഞ്ഞാൽ അത് സത്യമായിട്ട് നമ്മൾ അങ്ങ് എടുക്കും. Are you understanding? This is how some of the ways where belief systems are established. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ സ്വന്തം വിശ്വാസ വ്യവസ്ഥകൾ, ധാരണകൾ, അഭിപ്രായങ്ങൾ ഇതെല്ലാം രൂപപ്പെടുന്നതും അത് സ്ഥാപിക്കപ്പെടുന്നതും. Hallelujah. Amen. So the question that might be there in your mind is there all, or can you show us all these things in your Bible? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങളിൽ ചോദ്യം ഉണ്ടാവും, പാസ്റ്റർ ഇതൊക്കെ വേദപുസ്തകത്തിൽ എന്ന് കാണിക്കാമോ? താങ്ക് യു. So we want to look at, you know, some stories in the Bible and help you to understand how these things, your belief can affect
your behavior. നമ്മളുടെ വിശ്വാസ വ്യവസ്ഥതകൾ സ്വഭാവത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു, ബാധിക്കുന്നു എന്നുള്ളത് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. Okay. So now, can I have, no, we'll just go through the story. We don't have time. And we also want to look at how do we change our belief. ഇനി നമ്മളുടെ ഈ വിശ്വാസ വ്യവസ്ഥകൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് നാം പരിശോധിക്കാൻ പോവാണ്. You know, so one is how beliefs are established and how do we change our beliefs. ഒന്ന്, നമ്മുടെ വിശ്വാസ വ്യവസ്ഥകൾ എങ്ങനെ രൂപപ്പെടുന്നു, സ്ഥാപിക്കപ്പെടുന്നു. രണ്ട്, ഇവയെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. So 1 Thessalonians 5:23 says this. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുന്നു. 23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ. So what it says here is that you are made up of body, soul and spirit. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യം എന്താണ്? നമ്മൾ ആത്മാവ്, ദേഹി, ദേഹം, ഇത് മൂന്നും കൂടെ ചേർന്നാണ് നാം എന്ന വ്യക്തി. So this is body, soul and spirit. ഇത് ശരീരം, ദേഹി അല്ലെങ്കിൽ പ്രാണൻ, ഇത് ആത്മാവ്. Okay. So when we look, we see Shaji, that's all we see. Correctly? നമ്മൾ നോക്കുമ്പോൾ ഷാജി, അദ്ദേഹത്തെ മാത്രമേ കാണുന്നുള്ളൂ. We see Shaji only, we don't see his soul, we don't see his spirit. നമ്മൾ ഷാജിയെ മാത്രമേ കാണുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ദേഹിയെയോ പ്രാണനെയോ കാണുന്നില്ല, ആത്മാവിനെയും കാണുന്നില്ല. Now Shaji or the body has got a language. ഈ ഷാജി അല്ലെങ്കിൽ നമ്മുടെ ഈ ഉദാഹരണത്തിൽ ശരീരം, ആ ശരീരത്തിന് അതിൻ്റെതായ ഒരു ഭാഷയുണ്ട്. I'm not talking about body language. The body itself has a language. ഞാൻ ഈ ശരീരഭാഷയെ കുറിച്ചല്ല പറയുന്നത്, ശരീരത്തിനൊരു ഭാഷയുണ്ടെന്നാണ് പറഞ്ഞത്. So for example, ഉദാഹരണത്തിന്, I don't have time to ask you questions. That's why I'm just going into the story. എനിക്ക് നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്, പക്ഷെ അതിനുള്ള സമയം നമ്മുടെ ഇല്ലല്ലോ. So the body collects information using the eyes, the nose, the ears, the mouth. ഈ ശരീരത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നത് കണ്ണിലൂടെ, മൂക്കിലൂടെ, ചെവിയിലൂടെ, നാക്കിലൂടെ and skin. ത്വക്കിലൂടെ. Okay. So these are the 5 ways it collects information. ഈ 5 മാർഗത്തിലൂടെയാണ് ശരീരം വിവരങ്ങളെ ശേഖരിക്കുന്നത്. As soon as this information is collected, it goes to the brain. ഈ വിവരങ്ങൾ ശേഖരിച്ചു കഴിയുമ്പോൾ അത് നേരെ പോകുന്നത് അത് തലച്ചോറിലേക്കാണ്. And then the brain processes, and so the person Shaji feels emotions. എന്നിട്ട് ഈ തലച്ചോറ് ഇതിനെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ദേഹിക്ക് എന്ത് വികാരമാണ് ഇപ്പോൾ ഷാജിക്ക് തോന്നുന്നത് എന്ന് പറയും. Then he also says that we need more information. എന്നിട്ട് വീണ്ടും പറയും, ഇത് പോരാ, ഇനിയും കുറെ വിവരങ്ങൾ വേണമെന്ന് ദേഹി പറയും. That it also says that we need to make a decision. എന്നിട്ട് വീണ്ടും പറയും, നമുക്കൊരു തീരുമാനം എടുക്കണം എന്ന് പറയും. So the soul has jobs as well. അപ്പോൾ ഈ ദേഹിക്ക്, പ്രാണനും എന്തുണ്ട്? കുറെ പ്രവർത്തികളുണ്ട്. So it has to feel the emotions that Shaji is feeling. അപ്പോൾ ഷാജിക്ക് ഉണ്ടാകുന്ന തോന്നലുകൾ, ആ ഫീലിംഗ്, അത് ആർക്ക് മനസ്സിലാവണം? ദേഹിക്ക് മനസ്സിലാക്കണം. It also needs, whatever information is gathering, the brain, the soul will also say we need more information, collect more information. It is not easy to make a decision now. എന്നിട്ട് ഈ ദേഹി പറയും, ഇനിയും കുറെ വിവരങ്ങൾ വേണം, നമുക്കൊരു തീരുമാനത്തിൽ, നിഗമനത്തിൽ ഇപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എത്താൻ കഴിയില്ല, ഇനിയും കുറച്ച് വേണമെന്ന് പറയും. Are you understanding? So that is the function of the soul. അപ്പോൾ ഇതാണ് ദേഹിയുടെ അല്ലെങ്കിൽ പ്രാണന്റെ പ്രവൃത്തി. So this body has got some language. ഇനി ഈ ശരീരത്തിനും കുറെ ഭാഷകളുണ്ട്.
what do you think is the language of the body? നിങ്ങൾ ചിന്തിക്കുന്നത് ശരീരഭാഷയാണ്. It says, I'm hungry. എന്താണ്? എനിക്ക് വിശക്കുന്നു. Are you understanding? It has nothing to do with the emotions. ഇതിന് ഈ It is, വികാരവുമായിട്ട് "I'm hungry." യാതൊരു ബന്ധവുമില്ല. ശരീരത്തിന് തോന്നുന്ന തോന്നലുകളാണത്. Suppose Shaji is just 1 month old baby. ഇപ്പോൾ ഷാജി വെറും 1 മാസം പ്രായമുള്ള കുഞ്ഞാണെന്നിരിക്കട്ടെ. His soul is not developed at all. അദ്ദേഹത്തിന്റെ ഈ ദേഹി പ്രാണൻ അത് വളർച്ച പ്രാപിച്ചിട്ടില്ല വേണ്ടും വിധത്തിൽ. But it will definitely feel hungry and it will cry. എന്നാൽ ഈ ശരീരത്തിന് വിശപ്പ് അന്നേരം തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? കരയും. It has nothing to do with the emotions. It is hungry, that is why it is crying. അതുമായിട്ട് വികാരവുമായിട്ട് യാതൊരു ബന്ധമില്ല. വിശക്കുന്നു, കരയുന്നു. Are you understanding? So മനസ്സിലാകും. suppose I put some hot water on the hand. ഈ കൈയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെന്നിരിക്കട്ടെ. It will cry because it is feeling something. That's the language of the body. It can feel hot, cold. I am hungry. These are the languages of the body. ചൂടുവെള്ളം പൊള്ളി ആ ചൂട് കാരണം കരയും. ഇതുപോലെ തന്നെയാണ് ചൂടുവെള്ളമാകട്ടെ തണുത്ത വെള്ളമാകട്ടെ എന്തുവാണെങ്കിലും ഇതൊക്കെയും ഫീൽ ചെയ്യുന്ന ഒരു ശരീരഭാഷ അല്ലെങ്കിൽ ഭാഷ ശരീരത്തിനുണ്ട്. Now Shaji decided to wear this shirt and this pant. എന്നാൽ ഷാജി ഇന്ന് തീരുമാനിക്കുകയാണ്, ഞാൻ ഈ ഷർട്ടും ഈ പാന്റുമാണ് ഇന്ന് ഇടാൻ പോകുന്നത്. Who decided that he will wear this pant and shirt? പറഞ്ഞേ, ആരാണ് ശരിക്കും തീരുമാനമെടുത്തത് ഇന്ന പാന്റ് ഇന്ന ഷർട്ട് എന്ന് പറഞ്ഞത് ആരാണ്? Do you think it is his body, his soul or his spirit? ആരാണ്? ഇദ്ദേഹത്തിന്റെ ശരീരമാണോ അതോ ഇദ്ദേഹത്തിന്റെ ദേഹി അല്ലെങ്കിൽ പ്രാണനാണോ അതോ ആത്മാവാണോ? Which decided this is the pant and this is the shirt I will wear? ഏതാണ് തീരുമാനിച്ചത് ഈ ഷർട്ട് ആയിരിക്കണം ഈ പാന്റ് ആയിരിക്കണം എന്ന്? Do you think it's the body that decided? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ശരീരമാണ് വിചാരിച്ചത്? Because soul decide ചെയ്യുന്നത് ഞാൻ ഇതിട്ടാൽ നല്ല സുന്ദരൻ യോഗ്യനായിട്ട് തന്നെ, means I will look very handsome. ഈ പ്രാണനാണ് പറയുന്നത്, ദേഹിയാണ് പറയുന്നത് ഈ കളർ ഷർട്ട് ഇട്ടാൽ എന്നെ കാണാൻ നല്ല സുന്ദരനായിരിക്കും. Are you understanding? The soul is deciding. The body itself doesn't worry whether it is naked or it has got clothes. ശരീരത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വസ്ത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷയമല്ല. As long if the soul is not operating, the body is not bothered whether it has got clothes or does not have clothes. ഇതിന്റെ അകത്ത് ഈ ദേഹി ഇടപെടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരീരത്തിന് വസ്ത്രമുള്ളതോ വസ്ത്രമില്ലാത്തതോ ഒരു കാര്യമല്ല. Whether you give meat fry, you give meat curry, or you just give raw meat, body is not bothered. It is the soul that decides what taste is there. ഇറച്ചിക്കറി കൊടുത്താലും ഇറച്ചി വറുത്ത് കൊടുത്താലും ഇനി പച്ചിറച്ചി കൊടുത്താലും ഈ ശരീരത്തിന് അത് വിഷയമേ അല്ല. അതിനകത്ത് ഈ പ്രാണൻ ദേഹി ഇടപെടുന്നില്ല എങ്കിൽ. Are you understanding? So the soul is the one that helps us to make a lot of decisions. അപ്പോ നമ്മുടെ ദേഹിയും അല്ലെങ്കിൽ ഈ പ്രാണനാണ് നമ്മൾ തീരുമാനമെടുക്കുന്നതിൽ നമ്മെ സഹായിക്കുന്ന കാര്യം. All right? Now, there is a language of the soul which I explained, it is will, mind and emotion. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ ദേഹിക്ക് 3 ഘടകങ്ങളുണ്ട്, ഒരു ഭാഷയുണ്ട്. അതെന്താണ്? മനസ്സ്, ഇച്ഛ, വികാരങ്ങൾ. Now the spirit. ഇപ്പോൾ ആത്മാവിന്റെ കാര്യം പറയാം. There is a language for the spirit. ഈ ആത്മാവിനൊരു ഭാഷയുണ്ട്. And that language is faith. ആ ഭാഷയാണ് വിശ്വാസം. All right? Now, the information that the body collects is through the 5 organs that I mentioned. ശരീരം അതിന്റെ വിവരങ്ങളെ ശേഖരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. The soul itself cannot gather any information. It has to use the body to gather information. ഈ ദേഹിയുടെ കാര്യം പറഞ്ഞാൽ ഇതിന് സ്വന്തമായിട്ട് വിവരങ്ങളെ ശേഖരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അതിന് ആവശ്യമാണ്. But as far as the spirit is concerned, എന്നാൽ ഈ ആത്മാവിനെ സംബന്ധിച്ച് നോക്കിയാലോ, the thing about the spirit is this. ആത്മാവിന്റെ കാര്യം ഇങ്ങനെയാണ്. As I said, the soul has to be connected to the body to collect information. ഞാൻ പറഞ്ഞതുപോലെ ഈ ദേഹിക്ക് ദേഹവുമായി ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? Suppose this body is blind, deaf and dumb. ഇനിയിപ്പോ ഉദാഹരണത്തിന് ഈ ശരീരത്തിന് കേൾക്കാനും കഴിയില്ല, കാണാനും കഴിയില്ല, സംസാരിക്കാനും കഴിയില്ലെന്നിരിക്കട്ടെ. So the level to which that soul will develop will be limited. അപ്പം ഈ ദേഹിക്ക് ഉള്ള വളർച്ച വളരെ പരിമിതമായിരിക്കും. But as far as the spirit is concerned, എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം the spirit has also got eyes, ears, mouth.
ആത്മാവിനും എന്തുണ്ട്? കണ്ണുണ്ട്, നാവുണ്ട്, ചെവിയുണ്ട്. It has got a mind of its own. അതിന്റെ തന്നെ ഒരു മനസ്സുണ്ട്. Are you understanding what I am saying? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? That is why the spirit can see into the spirit realm. It is not gathering information from the realm that we see. It is gathering information from the spirit realm. അതുകൊണ്ടാണ് ആത്മമണ്ഡലങ്ങളെ കാണാൻ ആത്മാവിന് കഴിയും. അതിന് എന്ത് വേണ്ട? ഈ ശരീരത്തിന്റെ കണ്ണും മൂക്കും നാക്കൊന്നും വേണ്ട. Are you understanding? മനസ്സിലാകുന്നുണ്ടോ? It has its own facilities. അതിന്റെ തനതായ സംവിധാനം ആത്മാവിനുണ്ട്. So what happens is some of you can smell things. ചിലർക്കൊക്കെയും നിങ്ങൾക്ക് മത്ത് അറിയാൻ പറ്റും. Am I right? Like if there is demonic presence, I can smell sulfur. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു പൈശാചിക ആത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? എനിക്ക് സൾഫറിന്റെ പോലത്തെ മണം വരും, ഗന്ധകത്തിന്റെ മണം വരും. So it is like ചീഞ്ഞ മുട്ട, you can smell it. ചീഞ്ഞ മുട്ടയുടെ ഒരു മണം എനിക്ക് വരും. And that is how I know that many times there is a demonic presence in that area. അങ്ങനെയാണ് അവിടെ ഒരു പൈശാചിക സ്വാധീനം, സാന്നിധ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. Sometimes I can smell sweet fragrance and I look around, nobody is using any perfume, there is nobody else in the room. The sweet fragrance is the presence of Christ. ഞാൻ ചില സമയത്ത് എനിക്ക് നല്ല സൗരഭ്യവാസന, നല്ല മണം എനിക്ക് മണക്കാൻ കഴിയും. ഞാൻ നോക്കുമ്പോൾ അവിടെങ്ങും വേറെ ആരുമില്ല, അവർക്ക് അങ്ങനത്തെ പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, സൗരഭ്യവാസന എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യമാണ്. Many times I hear a big sound, loud sound. ഞാൻ പല സമയങ്ങളിലും അത്യുച്ചനാദമുള്ള ഒരു ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. My body is not hearing that. എന്റെ ശരീരം അല്ല അത് കേൾക്കുന്നത്. My spirit is hearing and it is sending it to my brain. എന്റെ ആത്മാവാണ് അത് കേൾക്കുന്നത്. അതാണ് എന്റെ തലച്ചോറിലേക്ക് വിവരങ്ങളെ കൈമാറുന്നത്. Last week, this time I was at Tijo Pastor's church. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സമയം ഞാൻ ടിജോ പാസ്റ്റർ ചർച്ചിലായിരുന്നു. And they were worshiping. അവർ ആരാധിക്കുന്ന സമയം I heard the sound of many women singing there. ഞാൻ ഈ ഒരുപാട് സ്ത്രീജനങ്ങൾ പാടുന്ന ശബ്ദം ഞാൻ കേട്ടു. Through the microphone. Not that there were many women in the congregation, but the sound was loud. It was coming through the microphone. ജനത്തിന്റെ ഇടയിലല്ല, അവിടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ പാടുന്നത്, സ്ത്രീകൾ പാടുന്നത് ഞാൻ കേട്ടു. Melodious singing. വളരെ ശ്രുതി മധുരമായ ഗാനം. There were only 2 worship leaders singing. അവിടെ സത്യത്തിൽ 2 വർഷിപ്പ് ലീഡേഴ്സ് ആണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. A man and a woman. അതിലൊരു ആൺകുട്ടിയുണ്ട്, വേറൊരു പെൺകുട്ടിയുണ്ട്. When I looked at the sister, she was not even singing. She was just standing there with her hands held high. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ആ പെൺകുട്ടി സത്യത്തിൽ പാടുന്നത് പോലുമില്ല, അവളിങ്ങനെ കൈ ഉയർത്തി നിൽക്കുകയാണ്. What was I hearing? അപ്പോൾ ഞാൻ കേട്ടത് എന്താണ്? I was hearing angelic sounds with my spirit ears, not my natural ears. അപ്പോൾ എൻ്റെ ആത്മാവിൻ്റെ കാതുകൾ കൊണ്ട് ദൂതന്മാർ പാടുന്നത് കേട്ടതാണ്. അതെന്റെ ശരീരത്തിന്റെ ചെവി കൊണ്ടല്ല. Are you understanding? ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? So body, soul and spirit, this is the function. അപ്പോൾ ശരീരം, ദേഹം, ദേഹി, ആത്മാവ്, ഇതാണ് ഇതിന്റെ പ്രവർത്തന രീതി. Every experience that you experience is recorded by the soul through the body. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും നിങ്ങളുടെ ദേഹിയിലൂടെ, ശരീരത്തിലൂടെ ദേഹി കുറിച്ചു വെക്കുകയാണ്. Your spirit has no part in it. ഇതിനകത്ത് ആത്മാവിന് യാതൊരു പങ്കുമില്ല. Are you understanding? മനസ്സിലാകുന്നോ? Unless you engage your spirit intentionally, your spirit has no part in it. നിങ്ങൾ ബോധപൂർവം ഈ ആത്മാവിനെ ഇതിനകത്ത് ഇടപെടുത്തുന്നില്ല എങ്കിൽ ആത്മാവിന് ഇതിൽ യാതൊരു പങ്കുമില്ല. All right, now we want to look at a story in the Bible. ഇനി നമ്മൾ വേദപുസ്തകത്തിലെ ഒരു നടന്ന സംഭവം നോക്കാൻ പോവുകയാണ്. Can you take Genesis chapter 12? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. Number 1, okay, so he spoke. Who spoke? ആരാ അവിടെ സംസാരിച്ചത്? യഹോവ സംസാരിച്ചു. Right? Now, ഞാൻ നിന്നെ വലിയൊരു ജാതിയാണ്. Did Abraham hear this using the ears of his body? അബ്രഹാം കേട്ടത് അവന്റെ ഈ ശരീരത്തിലെ ചെവി കൊണ്ടാണോ?
or the ears of his spirit? അതോ തന്റെ ആത്മാവിന്റെ കാതുകൾ കൊണ്ടാണ്? What do you think? Exactly. So, but when we read the Bible, we don't think like that. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. So here God is talking to Abraham. Abraham, I want you to come on, continue. അവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. So it is all in the spirit. ഇതെല്ലാം സംഭവിക്കുന്നത് ആത്മാവിലാണ്. Okay, now next. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. Okay, stop. So he is hearing in the spirit. ഈ അബ്രഹാം ആത്മാവിലെല്ലാം കേൾക്കുന്നു. So all that information bypasses the soul and goes into his brain. ആ കേട്ടതെല്ലാം ഈ ദേഹിയെ അല്ലെങ്കിൽ പ്രാണനെ ഒഴിവാക്കിക്കൊണ്ട് ശരീരത്തിലേക്ക് വരുന്നു. So it comes to his brain. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് വരുന്നു. Once it reaches the brain, ഈ തലച്ചോറിൽ എത്തിക്കഴിയുമ്പോൾ the soul is able to access. ഈ ദേഹിക്ക് ഇത് പിടികിട്ടും, ഇത് മനസ്സിലാകും, ഇടപെടും. Are you understanding? മനസ്സിലാകുന്നോ? So the soul hears this. What do you think the soul would have said? ഇപ്പം ദേഹി ഇത് കേൾക്കുകയാണ്. അപ്പൊ ദേഹി എന്തോ ചെയ്യും? What do you think the soul would have said? നിങ്ങളൊന്ന് വിചാരിച്ച ദേഹി എന്തായിരിക്കും പറയുന്നത്? Abraham, go to the land that I will show you. അബ്രഹാമേ, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. See, as far as the nature of the soul is concerned, it wants more information. ഈ ദേഹിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടണം. Are you understanding? The soul will say, എവിടെ പോവാ, എങ്ങനെ പോവും, ആര് നോക്കും, എന്തോ പൈസ എന്തിയേ. അപ്പം ഈ ദേഹി ചോദിക്കും, എങ്ങോട്ട് പോകുന്നു, എപ്പോ പോകണം, ആരുടെ കൂടെ പോകണം, പൈസ ഇതിനുള്ളത്, പൈസ എവിടെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കും. Are you understanding? So it will fight against the spirit. അപ്പോൾ ഈ ദേഹി ആത്മാവിനെതിരെ പോരാടിക്കൊണ്ടിരിക്കും. Are you understanding? You and I, many times God speaks to us. Am I right? എന്നോടും നിങ്ങളോടും ദൈവം ഒരുപാട് പ്രാവശ്യം സംസാരിക്കാറുണ്ട്, ശരിയല്ലേ? For example, God will speak to us, say, go and say sorry to Ebenezer. കർത്താവ് നമ്മളോട് ഉദാഹരണത്തിൽ പറയാറുണ്ട്, നീ ചെന്ന് എബനേസറിനോട് അങ്ങ് സോറി ചോദിക്കേ. For example, it is telling me, say sorry to Ebenezer. ഉദാഹരണത്തിന് ദൈവം എന്നോട് പറയുകയാണ്, നീ എബനേസറിനോട് ചെന്നിട്ട് നീ ക്ഷമ ചോദിക്കണം. Immediately my soul will come up and say, but you said that to Ebenezer because he behaved like that. അപ്പം നമ്മുടെ ദേഹി പറയും, നീ അത് പറഞ്ഞത് അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ. Are you understanding? The argument starts, and then if our spirit is not strong, what will happen is that our soul will manage to shut our spirit down. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ വാദവിവാദങ്ങൾ, തർക്കങ്ങൾ അവിടെ ഉളവാകും. നമ്മുടെ ആത്മാവിന് വലിയ ശക്തിയൊന്നുമില്ല എങ്കിൽ, ബലഹീനമാണെങ്കിൽ ഈ ദേഹി അതിന്റെ വായടയ്ക്കും. Are you understanding? Our soul is very big. It is because we are so dependent on our soul. All our decisions is decided by our soul. നമ്മുടെ ഈ ദേഹി വളരെ വളർന്നങ്ങ് വലുതായിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ ആത്മാവിനേക്കാൾ വലുതായതുകൊണ്ട്, ശക്തിയുള്ളതായതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് ദേഹിയാണ്. Am I right? സത്യമാണോ? Yeah. All the time, that is our soul that takes the decision. അതാണ് എല്ലായ്പ്പോഴും തീരുമാനമെടുക്കുന്ന ആരാണ്? നമ്മുടെ ദേഹിയാണ്. But in this case, because the spirit had heard it so loudly, it just said to the soul, shut up and let us go. എന്നാൽ ഇവിടെ ഈ ആത്മാവ് കേട്ട ശബ്ദം അത്ര വലിയ ഉച്ചത്തിൽ കേട്ടതായതുകൊണ്ട് ദേഹിയോട് പറഞ്ഞു, വാ അടച്ച് മിണ്ടാതിരിക്കണം, നമുക്ക് പുറപ്പെട്ടു പോകാം. Okay, so they are starting from there. അപ്പോൾ അബ്രഹാം ഇപ്പോൾ യാത്ര ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ്. നാം ഇങ്ങനെ കാണുന്നു, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു. About Lot, what did God tell him? ലോത്തിനോട് ദൈവം എന്താ പറഞ്ഞത്? No, about Lot. ലോത്തിനെ കുറിച്ച് എന്താണ് പറയപ്പെട്ടിരിക്കുന്നത് അവിടെ? Don't bring. അവനെ കൊണ്ടുവരരുത്. Am I right? Don't bring your family members. നിന്റെ പിതൃഭവനത്തെ ഓരെണ്ണം കൊണ്ടുവരരുത്. Right? Who made the decision to bring? എന്നാ ഈ ലോത്തിനെയും കൂടെ കൊണ്ടുപോകാമെന്ന തീരുമാനം എടുത്ത ആരാണ്? Saul, because his father is dead, there is nobody is there, he's all alone. Come on boy, come on Mone, come with me.
അപ്പോ ഈ ദേഹി പറയണം, അയ്യോ പാവമല്ലേ, അവന് അപ്പനില്ലാത്ത മോനല്ലേ, അപ്പം മരിച്ചു പോയില്ലേ, അവന് നമുക്ക് കൂടെ കൊണ്ടുപോകാം, മോനെ നീ വാടാ എന്റെ കൂടെ എന്ന് Are you understanding? The spirit says, don't bring. ആത്മാവ് പറയുന്നു വേണ്ട വേണ്ട കൊണ്ടുപോകരുത്. Soul says, no, we bring him. ആ ദേഹി പറയാണ് ഇല്ല അവനെ കൂടെ കൊണ്ടുപോകണം. Are you understanding? This is the kind of fight that goes on inside us all the time. ഇങ്ങനത്തെ ഒരു പോരാട്ടം ആണ്, തർക്കങ്ങളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും നടക്കുന്നത്. Okay, continue. അബ്രഹാം തന്റെ ഭാര്യയായ സാറയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങളുണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്ത് പോകുവാൻ പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. അബ്രഹാം ശേഖേം എന്ന സ്ഥലം വരെയും എലോൻ വരെയും ദേശത്ത് കൂടി സഞ്ചരിച്ചു. അന്ന് കനാനിയർ ദേശത്ത് പാർത്തിരുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ യാഗപീഠം പണിതു. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരം അടിച്ചു. അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അവ യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാം പിന്നെയും തെക്കോട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നത് കൊണ്ട് അബ്രഹാം മിസ്രൈമിലേക്ക് ചെന്ന് പാർപ്പാൻ അവിടെ പോയി. Okay. So he is walking through that land, he is having encounters with God. It is like our church experience. You know, we are clapping our hands and this and that, and then God is encountering us. He's having these wonderful experiences. Then he reaches that place and there is a famine in the land. അബ്രഹാം ഇപ്പോൾ ആ ദേശത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നു. നമ്മുടെ ചർച്ച, നമ്മുടെ സഭകളിൽ സംഭവിക്കുന്ന പോലെ നല്ല പാട്ടും ആരാധനയും നല്ലതാണ് എല്ലാം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്ഷാമം ഉണ്ടായി. And what did Abraham do? അബ്രഹാം എന്താ ചെയ്തേ? He went to Egypt. അവൻ മിസ്രൈമിലേക്ക് പോയി. Who made the decision? ആരാണ് ആ തീരുമാനം എടുത്തത്? Soul or spirit? പറഞ്ഞേ, ആത്മാവാണോ ദേഹിയാണോ? Soul. Can you see that? The soul made the decision that we will go to Egypt. പ്രാണൻ ആണ് ആ തീരുമാനം എടുത്ത്. ഇവിടെ ക്ഷാമോ, നമുക്ക് എവിടെ പോകാം? മിസ്രൈമിലേക്ക് പോകാം. If the soul had turned to the spirit and said, what do you think I should do? ഇനി ഇവിടെ ഈ ദേഹി തിരിഞ്ഞ് ആത്മാവോട് ചോദിക്കുകയാണ്, ഇപ്പൊ ക്ഷാമമല്ലേ, നമ്മൾ എന്താ ചെയ്യണ്ടേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിലോ? Spirit would have turned and asked God, said, God, what do you think we should do? ആത്മാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞേനെ, ദൈവമേ എന്താ ഞാൻ ചെയ്യേണ്ടത്? And God would have given him guidance. ദൈവം അവന് ആ നിയോഗം അല്ലെങ്കിൽ മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞേനമായിരുന്നു. But what happened here? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? The soul turns to the spirit. ഈ സോള് ദേഹി ആത്മാവിനെ നേരെ നോക്കിയിട്ട്, I told you from the very beginning, this is not a good idea. ഞാൻ അന്നേരെ പറഞ്ഞതാണ് ഈ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടരുത്, ഇത് നല്ല ഐഡിയ അല്ല. See, here now we are about to die. ഇവിടെ നോക്കിക്കേ, ചാകാൻ പോകാ നമ്മള്. All the cattle will die. എല്ലാ മൃഗങ്ങളും ചാകും. Now don't tell me what to do. I am going to decide what to do. ഇനി എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നോടൊന്നും പറയണ്ട. Are you understanding? Immediately he packs his bag and goes to Egypt. ഉടനെ എല്ലാം കൂടെ വാരിക്കെട്ടി എങ്ങോട്ട് പോയി? മിസ്രൈമിലേക്ക് പോയി. See, if you look through the Bible, you know, when we say famine here, now you and I understand what famine is. നമുക്ക് അറിയാം ക്ഷാമം എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ആ ക്ഷാമം അവിടെ ഉണ്ടായി. So where did we know? How did we know that there was? How do we know the definition of famine? എന്നാൽ ഈ ക്ഷാമത്തെ കുറിച്ചുള്ള അർത്ഥം നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? Because we have read about it or we have seen it. നമ്മൾ അത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചിട്ടെങ്കിലുമുണ്ട്. What about Abraham? Has he seen a famine or has he heard about a famine? അബ്രഹാമിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. അയാള് ഈ ക്ഷാമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, അത് കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? As far as the Bible is concerned, this is the first famine. ബൈബിളിൽ നോക്കിയാൽ ബൈബിൾ അനുസരിച്ച് ഇതാണ് ആദ്യത്തെ ക്ഷാമം. Genesis 1 to 11, there is no record of any famine. ഉൽപ്പത്തി 1 മുതൽ 11 വരെ നമ്മൾ എങ്ങും ക്ഷാമത്തെ കുറിച്ച് കാണുന്നില്ല. Now Abraham is starting to gather information. What is famine? അപ്പൊ ഇപ്പം അബ്രഹാം എന്താണ് ക്ഷാമം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. He is seeing everything is dying. അവൻ നോക്കുമ്പോൾ എല്ലാം ചത്തൊടുങ്ങുന്നു. Are you understanding? He is seeing everything is dying. He comes to the conclusion, oh my God, everything is dying. I will die, my cattle will also die. അപ്പോൾ എല്ലാം ചത്തൊടുങ്ങുന്ന കണ്ടിട്ട് അബ്രഹാം പറഞ്ഞു, കർത്താവേ ഞാനും ചാകും, എൻ്റെ ഈ മൃഗങ്ങളെല്ലാം ചാകും. Now why do you think he went to Egypt? Why not come to India?
നിങ്ങൾ എന്താ വിചാരിക്കും? നിങ്ങൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, ഇദ്ദേഹം എന്തുകൊണ്ടാണ് മിസ്രൈമിലേക്ക് പോയത്? അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ പാടില്ലായിരുന്നോ? He could have crossed over and he could have gone into Europe. അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ നിന്ന് നേരെ യൂറോപ്പിൽ പോകാമായിരുന്നല്ലോ. Same distance. അത്ര ദൂരേ ഉള്ളൂ. No, he went to Egypt. അദ്ദേഹം പോയത് മിസ്രൈമിലേക്കാണ്. Why did he go there? എന്തുകൊണ്ടാണ് അവിടെ പോയത്? Because that was the well-established kingdom at that time. ആ കാലത്ത് ഏറ്റവും വ്യവസ്ഥാപിതമായ സമ്പന്നമായ ഒരു രാജ്യമായിരുന്നു അത്. And people would have walked, people are passing by. Abraham is sitting outside his tent, sitting there happily. ആ വഴി പോകുന്ന ആളുകൾ അബ്രഹാമിനെ നോക്കുമ്പോൾ അബ്രഹാം ഇപ്പൊ നല്ല സന്തുഷ്ടനായിട്ട് അവിടെ ഇരിക്കുകയാണ്. So Abraham is asking them, "Oh, where are you coming from?" അപ്പോൾ അബ്രഹാം ഇപ്പൊ ചോദിക്കുകയാണ്, എവിടെന്നാ വരുന്നേ? "Oh, I'm coming from Egypt." അവരാണ്, ഞാൻ മിസ്രൈമിൽ നിന്ന് വരികയാണ്. "Oh, is there a famine in Egypt?" മിസ്രൈമിൽ എങ്ങാണ് ക്ഷാമമുണ്ടോ? No famine. അവിടെ ഒന്നും ക്ഷാമമില്ല. Why there is no famine? അവിടെ എന്താ ക്ഷാമമില്ലാത്ത? Oh, Nile River got lot of water, canal system, very good king. Therefore there is no shamam there. അവിടെയാണെങ്കിൽ നൈൽ നദിയുണ്ട്, മാത്രമല്ല അവിടുത്തെ കനാലുകളെല്ലാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ രാജാവുണ്ട്, അവിടെ അങ്ങ് ഒരു ക്ഷാമവും ഇല്ല. Are you understanding? He gathers all the information, therefore he comes to the conclusion, I will go to Egypt. ഇങ്ങനെയാണ് അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ഒടുവിലൊരു തീരുമാനത്തിലെത്തി, നമുക്ക് മിസ്രൈമിലേക്ക് പോകാം. Can you see the picture of what could have happened behind the sin based on soul, body, soul and spirit? അപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന്റെ പിന്നാമ്പുറത്ത് ഇതൊക്കെയാണ് നടന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ?